നമസ്കാരം, ഞാൻ നിജീബ് കൂടുതല. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നതേ ആമ്പൂർ ബിരിയാണിയാണ് കേട്ടോ. തമിഴ്നാടൻ സ്റ്റൈൽ ആമ്പൂർ ബിരിയാണി. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോവാം. വാ. ഞാനേ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു 1.5 കിലോ റൈസിൻ്റെ ആമ്പൂർ ബിരിയാണിയാണ്. അതിന് 2 കിലോ ചിക്കൻ്റെ മീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 കിലോ ചിക്കൻ്റെ മീറ്റിന് നമുക്കൊരു 700 ഗ്രാം സവാള വേണം. അപ്പോൾ അതാണിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നൂറ് ഗ്രാം പച്ചമുളക്, സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പാത്രം അടുപ്പിൽ വെച്ച് തീ കൊടുത്തിട്ടുണ്ടേ. അങ്ങനെ നമ്മുടെ അന്നാപ്പി എത്തിയിട്ടുണ്ട് കേട്ടോ. അന്നാപ്പി ചട്ടി ചൂടായല്ലേ? കാലാവസ്ഥ മാറുമ്പോൾ നമുക്ക് മഴ പ്രശ്നമുണ്ട്. നമുക്കിതിലേക്ക് ഒരു 150 ഗ്രാം സൺഫ്ലവർ ഓയിൽ കേട്ടോ അതേ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 75 ഗ്രാം നെയ്യ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4 ബേ ലീഫ് കേട്ടോ. ഇനി അടുത്തത് ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, തക്കോലം, കറുവാപ്പട്ട കേട്ടോ. ഏലക്ക ഒരു 8 എണ്ണം ഉണ്ട്, ഗ്രാമ്പു ഒരു 10 എണ്ണം, 2 കഷ്ണം കറുവാപ്പട്ട പൊടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കേട്ടോ. ഇത് ഒരു ചെറിയ ബ്രൗൺ കളർ വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അന്നാപ്പി ഇളക്കുന്ന സമയത്തേ നമ്മൾ അരി ഒന്ന് കഴുകി കുതിർത്തണം. ഒരു 5 പ്രാവശ്യം അരി കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തണം. അപ്പോൾ ഞാൻ അരി കഴുകി കുതിർത്താനിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ എടുത്തേക്കുന്നത് കോലൻ റൈസാണ് കേട്ടോ. കൈമയല്ല, വടാക്കോലൻ. അതായത് ചെറിയ അരിയിൽ കൈമട അത്രയും വിലയില്ലാത്ത റൈസാണ്. ഈ ബർക്കത്ത് സിൽവർ, ജോക്കർ, ഗജനാൻ, വംശി, അങ്ങനെ ഒരുപാട് കമ്പനിയുടെ പേരിൽ ഇറങ്ങുന്നുണ്ടല്ലോ വടാക്കോലൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന അരി ഉണ്ടല്ലോ, പൊതുവേ അതിന് പറയുന്നത് കോലം റൈസ് എന്നാണ്. പല കമ്പനിയുടെ പേരിൽ ഇറങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കോലം റൈസ് വാങ്ങിക്കുമ്പോൾ ഡബിൾ ഓൾഡ് റൈസ് വാങ്ങിക്കണം കേട്ടോ. സിംഗിൾ ഓൾഡ് ആകുമ്പോൾ അതിൻ്റേതായ വില ഉണ്ടാവുള്ളൂ. 60 തൊട്ട് 70, 75 രൂപയൊക്കെ സിംഗിൾ ഓൾഡ് ആയിരിക്കും. ഇപ്പോൾ എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് ഗജനാൻ എന്ന് പറഞ്ഞ ഒരു അരിയാണ് ഇപ്പം എടുത്തേക്കുന്നത്. അതിന് ഇപ്പോൾ 90 സംതിങ് ഇങ്ങോട്ടുണ്ട്. എല്ലാത്തിനും എല്ലാ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനും വില കൂടുതൽ, എല്ലാത്തിനും വില കൂടുതൽ. ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഒരു ബെനിഫിറ്റും ഇല്ല. അപ്പോൾ ബിരിയാണിക്ക് റൈസ് എടുക്കുമ്പോൾ എപ്പോഴും ഡബിൾ ഓൾഡ് റൈസ് എടുക്കണം. അതായത് പഴകിയ അരി എടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ആ റൈസ് പെർഫെക്ഷനായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പശത്തുണ്ടാവും. അപ്പോൾ നമ്മളേ ഇതായിട്ടില്ല. അപ്പോഴേ ഇനി ആമ്പൂർ ബിരിയാണിക്ക് നമുക്കൊരു 9 കാശ്മീരി ചില്ലി വേണം കേട്ടോ. അത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ. അങ്ങനെ കാശ്മീരി ചില്ലി നന്നായിട്ട് വെന്ത് നല്ല കുതിർന്നിരിക്കുകയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാവേ. ഞാനിന്നിപ്പോൾ ഈ മുളകും ഈ ഒരു 6 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും സെപ്പറേറ്റ് തന്നെ ജ്യൂസാക്കി കൊണ്ടുവരാവേ. അങ്ങനെ ഇത് ഏകദേശമേ ഒരു ബ്രൗൺ കളറിലേക്ക് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കേണ്ടത്. ബ്രൗൺ കളറിലേക്ക് ആകുമ്പോൾ മസാലക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. 2.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് കേട്ടോ. ഏകദേശം അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പിടി മല്ലിയിലയും ഒരു 3/4 പിടി പുതിനയും കേട്ടോ. ഇത്തിരി മല്ലിയും പുതിനയൊക്കെ കൂടുതലായിരിക്കും നമ്മുടെ ആമ്പൂർ ബിരിയാണിക്ക്. അതായത് തമിഴ്നാടിൻ്റെ ബിരിയാണിക്കൊക്കെ മല്ലിയും പുതിന എപ്പോഴും കൂടുതലായിരിക്കും കേട്ടോ. അത് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് 1 കിലോ മീറ്റിന് ഒരു 300 ഗ്രാം തക്കാളി വെച്ച് 2 കിലോ മീറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 600 ഗ്രാം തക്കാളിയുടെ പേസ്റ്റ് കേട്ടോ. ഇനി കളറിന് 9 കാശ്മീരി വലിയ മുളകാണ് കേട്ടോ. അതുകൊണ്ട് ഒരു 9 എണ്ണം എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി തിളപ്പിച്ച് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നാൽ കേട്ടോ. നല്ലോണം വാടി ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, ഇനി അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ 2 കിലോ മീറ്റ് കേട്ടോ.
ആ നല്ല സ്മെല്ലാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ടേസ്റ്റേ കൂടുതൽ മല്ലിയും പുതിന കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. ആ നമ്മുടെ മലയാളികൾക്ക് പൊതുവേ മല്ലി പുതിന അതിൻ്റെ മുന്നിൽ വരാൻ പാടില്ല ടേസ്റ്റ്. 1 കപ്പ് തൈര് കേട്ടോ, നല്ല പുളിയില്ലാത്ത തൈരാണേ. കാശ്മീരി ചില്ലി അരച്ച ജാറത്തിൽ ഇത്തിരി വെള്ളം കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 1 നാരങ്ങാട നീര്, ഇനി ആവശ്യത്തിന് കല്ലുപ്പ് കേട്ടോ. നമുക്കിനി കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കിയാലോ. റൈസ് അവിടെ സെറ്റായി കഴിയുമ്പോൾ റൈസ് ഇവിടെ ഓക്കെ ആകും. പുഴുങ്ങിക്കോരി നമ്മളേ വറ്റിച്ചല്ല എടുക്കുന്നത്, പുഴുങ്ങി ഊറ്റിയിട്ടാണല്ലോ ഇടുന്നത്. അതാകുമ്പോൾ ആമ്പൂർ ബിരിയാണിയിൽ പൊതുവേ മെയിനായിട്ട് ചെയ്യുന്ന അവിടെ ആമ്പൂർ ബിരിയാണി കല്യാണ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ പൊതുവേ പുഴുങ്ങി ഊറ്റാണ് ചെയ്യുന്നത്. കാരണം മിക്സിങ് ആകുമ്പോഴേ ആ വെള്ളത്തിന് ആ കട്ടിപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം ഇതാകുമ്പോൾ കളിയെല്ലാം പോയി സെറ്റായിക്കോളുമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ പുഴുങ്ങി ഊറ്റി തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ ആമ്പൂർ ബിരിയാണിക്ക്. അപ്പോൾ പുഴുങ്ങി ഊറ്റാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയും പുതിനയും കൂടി കേട്ടോ. അതിലേക്ക് ബേ ലീഫ്, തക്കോലം, പട്ട, ഏലക്ക, ഗ്രാമ്പു, ഇതിനാവശ്യമായ കല്ലുപ്പ് കേട്ടോ. 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണാണേ, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കേട്ടോ. ഇതിൽ 2 ഉണ്ടമുളക് കൂടി ഇടുന്നുണ്ട് കേട്ടോ. തിളച്ചാ അതേ വരുന്നു. അപ്പോൾ വെള്ളം തിളച്ചു, അരി ഇടിയാണേ. ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തമ്മിൽ ഒട്ടാതെ കിടക്കുവേ. ആഹാ മസാലയുടെ ഒക്കെ കിടപ്പും കണ്ട നല്ല പൊളപ്പനായിട്ട് കിടക്കുവാണ് കേട്ടോ. ഇതൊരു 1/2 മണിക്കൂർ വേണ്ട നമ്മുടെ ഈ ആമ്പൂർ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. വളരെ ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആമ്പൂർ ബിരിയാണി ആഹാ പൊളപ്പനായിരിക്കും. ആദ്യത്തെ റൈസ് ഉണ്ടല്ലോ, ഒരു ചെറിയ അരികടി, അതായത് 50% വേവിലിന് ഇടാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് ഓൾറെഡി ഇതിൽ നീരുണ്ട്, അപ്പോൾ ആ നീരിൽ കിടന്ന് വെന്തോളും. നമ്മുടെ മസാലയിലുള്ള നീര് വലിക്കണമെങ്കിൽ ചോറ് ഫുള്ളാവരുത്, ചോറ് ഈ നീരിലൂടെ ആവാൻ പാടുള്ളൂ. ചെറിയ റൈസിൻ്റെ കടി ഉണ്ടാണ് കേട്ടോ. അപ്പോൾ 50% നമ്മൾ ഫസ്റ്റ് കോരാണ് കേട്ടോ. 50% ആയിട്ടുണ്ട്. ഫസ്റ്റ് കോര് 50%. നമ്മൾ ഈ തുള്ളിക്കളിക്കുന്ന മസാലയിലേക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാവേ. ഇനി 60%. കഴിഞ്ഞാൽ പിന്നെ 75% വരണം കേട്ടോ. കാരണം ഇനി മേളിലേക്ക് നീര് അധികമായിട്ടുണ്ടാവില്ല. ഇതിങ്ങനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. മൊത്തം നീരെല്ലാം അവിടെ എത്തുന്ന രീതിയിൽ. ഇനി ഒരു 85%. അങ്ങനെ 90% വേവായിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഇനി തട്ടിയേക്കാം. തീ ഓഫ് ചെയ്തു. അപ്പം ദമ്മിൻ്റെ തീ ഓൾറെഡി കൊടുത്ത് കിടക്കുകയാണ് കേട്ടോ, തിളച്ചോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മൂടിയിടാം. നല്ല സ്ലോ കുക്കിൽ, ഗ്യാസാണ് നമ്മൾ സൂക്ഷിച്ച് ദം ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ കഷ്ണം, ഇരുമ്പിൻ്റെ പ്ലേറ്റ് പോലത്തെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ വെച്ചാൽ മതി.
ദം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. അപ്പോൾ ഞാനിതിൻ്റെ കറക്റ്റ് പരുവത്തിൽ ഞാൻ നിർത്തും കേട്ടോ. നന്നായിട്ട് ചൂടായി നല്ല ചൂട് പിടിച്ച് കഴിഞ്ഞ് അങ്ങോട്ട് നിർത്താം. ഒരു പോർഷനിൽ തന്നെ ഈ നമ്മുടെ വിറകിൻ്റെ കനലാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാ സൈഡിലും തീ കിട്ടും ദം ചെയ്യുമ്പോൾ. ഇത് ഒരു പോർഷനിലല്ലേ കത്തണം, അപ്പോൾ ആ പോർഷൻ അടി പിടിക്കാൻ പെട്ടെന്ന് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് പരുവത്തിൽ ദമ്മ് ഒരു 6-7 മിനിറ്റ് കൊടുത്താൽ മതി. ഗ്യാസ് ആകുമ്പോൾ ദമ്മ് ചെയ്തിട്ട് നിർത്തി 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ ആമ്പൂർ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കുകയാണ് കേട്ടോ. നമുക്ക് എന്നിട്ട് ടേസ്റ്റ് ചെയ്യാവേ. നമുക്ക് ഇതിൻ്റെ പകുതി ദമ്മ് പൊട്ടിക്കാം. നല്ല പേശകനായിട്ട് കിടക്കുകയാണ്, പേശകൻ. ഈ മസാലയുടെ പുറത്ത് കിടക്കണ നല്ല ഇരുണ്ട കളറായിരിക്കും കേട്ടോ. ആ കളർ കൂടി വരുമ്പോഴാണ് പെർഫെക്ഷൻ ആണ്, ആമ്പൂറിൻ്റെ അതേ കളറും കാര്യങ്ങളൊക്കെ വരുന്നത്. റൈസ് ഒന്ന് മിക്സ് ചെയ്യാവേ. മസാലയൊക്കെ നോക്കി അടിയിലും കൊണ്ടിട്ടില്ല, മസാല ഒരു തരി നീരുമില്ല കേട്ടോ. നല്ല പെർഫെക്ഷൻ ആയിട്ടുണ്ട്. ആദ്യം നമ്മുടെ അന്നാപ്പിക്ക് കൊടുക്കാം. മൊത്തത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ ദമ്മ് പൊട്ടിക്കുന്ന പോലെ വേറെ പാത്രത്തിലേക്ക് റൈസ് പകർത്തിയിട്ട് പൊട്ടിക്കുന്നു, അതല്ലാതെ ഇങ്ങനെ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമ്മുടെ അന്നാപ്പി. എല്ലാവരും വരും. അന്നാപ്പി ആദ്യം അങ്ങോട്ട് അടിക്കുക. അന്നാപ്പി തൈര് വെച്ചപ്പോൾ എടുക്കുക, ഒരു പീസ് എടുക്കുക, ഇങ്ങനെ 2 കൂടി എടുത്ത് ചോറും കൂടി അങ്ങ് വെച്ചിട്ട് സൂത്രാണ് കിട്ടും. തമിഴ്നാട്ടില് നമ്മൾ കഴിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നമ്മൾ പോയിട്ട് കഴിച്ചിട്ടുണ്ട്. അതേപോലെ സാധനം കൊള്ളാട്ടോ, ഇവിടെ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. തമിഴ്നാട് ഹോട്ടലിലൊക്കെ ചെറിയ കുഴച്ചിലുണ്ടാവും. പക്ഷെ അവരുടെ കല്യാണ വീട്ടിലെ ടീമുണ്ടല്ലോ, കല്യാണ വീട്ടിലാകുമ്പോൾ ഒന്നുകൂടി പെർഫെക്ഷൻ കൂടുമല്ലോ. ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നതിനേക്കാണ് നല്ല ഇതേപോലെ വെക്കുന്നതാണ് ഏറ്റവും നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. സാധാരണ റൈസ് ഇപ്പോൾ ഇതിൻ്റെ ഈ മസാലയിൽ തന്നെ വെള്ളം കയറ്റി വെച്ചിട്ട് റൈസ് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒരുമിച്ച് വെക്കുന്നുണ്ടല്ലോ, അതിനേക്കാണേ നല്ലത് ഇതാണ് കേട്ടോ. അതിനേക്കാണ് 100-ൽ 100 ഭേദമാണ് ഈ രീതിയിൽ പുഴുങ്ങിക്കോരി വെക്കുന്നത് കേട്ടോ. അതായത് ഒരു രക്ഷയില്ല, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, നല്ല വെറൈറ്റി ടേസ്റ്റ് ആണ്. അത് എന്താണെങ്കിലും എല്ലാവരും ചെയ്ത് നോക്കണമല്ല, നല്ല ഒരു പ്രത്യേക നമ്മുടെ ബിരിയാണി കുറെ സാധനങ്ങൾ ചെയ്തല്ലേ, ഇതിപ്പോ അധികം സാധനമില്ല, പെട്ടെന്ന് പരിപാടിയും കഴിയും. എന്നാലും മലയാളിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളൊരുപാട് ഞാന് ഇവിടെ പോയിട്ട് നമ്മളെ പച്ചക്കറി നമ്മുടെ അവന് കുറെ പച്ചക്കറി തമിഴ്നാട്ടിലെ ഒരുപാട് കമ്പനിക്കാരുണ്ട്. ഞങ്ങൾ പോകാറുണ്ട്, അങ്ങനെ നമ്മൾ പോകുമ്പോഴൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ കല്യാണത്തിലേക്ക് കുടിക്കുമ്പോ പോയി കഴിക്കും. ഈ പീസ് ഇങ്ങനെ 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 ഒന്ന് പൊടിച്ചങ്ങോട്ട് ഇട്ടിട്ട് റൈസ് കൂടി ഇട്ടേണ്ടത്. റൈസ് നമ്മൾ പിടിക്കേണ്ടത് കിട്ടുന്ന റൈസാണ് കേട്ടോ, നല്ല സോഫ്റ്റ് റൈസാണ്. ഇത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ, ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കാണ്ടല്ലോ എൻ്റെ സാറേ. ഉഴപ്പം സാധനം കേട്ടോ. അപ്പോഴേ നമ്മുടെ ആമ്പൂർ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. അതുവരെ നന്ദി, നമസ്കാരം.